ഡിപ്പോകളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മൊബൈൽ ഫോൺ കൊടുക്കാൻ തീരുമാനിച്ചത്. പലപ്പോഴും അവരുടെ സ്വന്തം മൊബൈലാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ബ്രാൻഡ് ന്യൂ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുകയാണ്. വേഗതയുള്ള ഒരു സിം കാർഡ് ഇടും. 1-ാം തീയതി തൊട്ട് നിലവിൽ വരുള്ളൂ. ഓഫീസേഴ്സിനെ ബന്ധപ്പെടാൻ വേണ്ടി മാത്രമാണ്. ആ ഡിപ്പോയിലെ വിവരങ്ങൾ അറിയിക്കാനും അവിടെ നിന്നുള്ള ഡേറ്റ ഹെഡ് ഓഫീസിലേക്ക് ചീഫ് ഓഫീസിലേക്ക് അയക്കാനും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിമിതി പേർക്കുണ്ടായാൽ അതെന്ന് വിളിക്കാം. വിളിക്കുമ്പോൾ മേലുദ്യോഗസ്ഥന്മാർ കൃത്യമായി ഈ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് വിളിക്കുമ്പോഴും എടുത്തിരിക്കണം. 24 hours ഇത് ഓണായിരിക്കും. അത് പ്രത്യേകം ഞാൻ പറയാം, 24 hours ഇത് ഓണായിരിക്കണം. ഉത്തരവാദിത്തപ്പെട്ടത് അത് കൈകാര്യം ചെയ്യും. കാരണം ഇവിടെ ബസ്സുകൾ മോശമായി ഓടിക്കുന്ന കണ്ടാൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞൊരു പരസ്യം എല്ലാ ബസ്സിൻ്റെ പുറകിൽ കൊടുക്കും. ദൗർഭാഗ്യവശാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ഒരാളെ ഏൽപ്പിച്ചു KSRTCയിൽ ഒരു കണ്ടക്ടർ. അയാൾ രാവിലെ ഒരു മൊബൈൽ ഫോൺ കൈ വെച്ചിട്ടുണ്ട്, പക്ഷേ അണച്ചു വെച്ചിട്ടുണ്ട്. മന്ത്രി എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ ഒരു അഴിച്ചുപണി നടത്തുന്നത്. ഈ ഒറ്റ വ്യക്തി കാരണമാണ് ഇതിൻ്റെ പ്രശ്നം. അയാൾ സുഖമായി ജീവിക്കുകയാണ് ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ച്. ഈ മൊബൈൽ ഫോൺ ചാർജ് നിൽക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട്. പക്ഷെ പിന്നീട് CMD എന്നെ പരിശോധിച്ചപ്പോൾ അതിന് ചാർജ് നിൽക്കുന്നുണ്ട്. ഒന്ന് ചാർജ് നിൽക്കാത്ത മൊബൈൽ ഫോണൊന്നുമല്ല, നല്ല പുതിയ സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അത് അവരവർ ചീത്തയാക്കിയിട്ട് പിന്നെ പറയരുതെന്ന് എനിക്ക് പറയാം. ഇത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടും. കാരണം പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊരു പരാതിയില്ല. അത് പരിഹരിക്കാനാണ് ചെയ്യുന്നത്. ഇതൊരു പുതിയ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇപ്പോൾ KSRTCയുടെ നഷ്ടം കുറയ്ക്കുന്നതിനും ചിലവ് കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ അതിലൊരു നിമിഷം പോലും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ചെയ്യും. ലാൻഡ് ഫോണിൽ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് വളരെ പോകണം. പക്ഷേ അവർ ഒരു ഡിപ്പോയിലൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ മേശയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്. വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരും, വണ്ടി കിടക്കുന്നത്. അപ്പോൾ മൊബൈൽ എപ്പോഴും മൂവ് ചെയ്യുന്ന ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ തന്നെ മതി. അങ്ങനെ പലപ്പോഴും ലാൻഡ് ഫോണുകൾ എഫിഷ്യൻ്റ് അല്ല. പിന്നെ ലാൻഡ് ഫോണുകൾ ഇപ്പം അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. ഈ ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി. പ്രധാനപ്പെട്ട ഇത് പബ്ലിക്കിന് വിളിക്കാനുള്ളതല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം വിളിക്കാനും അവരുടെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഡിപ്പോയി ബന്ധപ്പെട്ടതും മേലുദ്യോഗസ്ഥന്മാരുമായി വിളിക്കാം. കംപ്ലൈൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ അതും വന്നാൽ എടുക്കാം. മെയിനായിട്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. അവരുടെ ജോലിയിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. പലപ്പോഴും ഒരാളുടെ സ്വകാര്യ ഫോൺ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വരുന്ന ഫോണുകളും അതിനകത്ത് വരും, അല്ലാത്ത മെസ്സേജ്, ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഈ നമ്പറിൽ തന്നെ വിളിക്കാം. ഇനിയിപ്പോൾ വലിയൊരു അന്വേഷണത്തിൻ്റെ കാര്യം വരുന്നില്ല. 2 ആഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡേറ്റ് കിട്ടിയവണ്ണെ KSRTC ചലോ ആപ്പ് നിലവിൽ ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മളെ ഇവിടുത്തെ മാത്രമല്ല, സിറ്റിയിലെ മാത്രമല്ല. ഇപ്പോൾ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കാസർഗോഡ് ഒരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ ആകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നൊരു വണ്ടി എപ്പോൾ ഇവിടെ എത്തും, എല്ലാം കാണാൻ പറ്റും. ഒരു എൻക്വയറി കൗണ്ടർ, ഇപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തി എന്നൊക്കെ പലരും ചോദിക്കില്ല. എൻക്വയറി കൗണ്ടറിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് KSRTCയുടെ എൻക്വയറി കൗണ്ടർ. ഷാർപ്പ് ടൈം അറിയാം, ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം. അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ആപ്പിലുണ്ടാവും. നമുക്ക് സ്വയമായിട്ട് ചെയ്യാം. പല ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, 6 ലാംഗ്വേജ് ഉണ്ട്. 6 ലാംഗ്വേജിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കൂടി ഉപയോഗിക്കത്തക്കതയിൽ അപ്പോൾ എനിക്കൊരു കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും. എൻക്വയറി കൗണ്ടറിൽ ഒരാളിരുന്നാൽ ഈ കണ്ടക്ടറുടെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ട്. KSRTCക്ക് അങ്ങനെ ഒരു കളി ഇനി കളിക്കാൻ സമയമില്ല. 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ KSRTC ശമ്പളം കൊടുക്കുന്നത്. അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല. 1-ാം തീയതി അവധിയാണെങ്കിൽ 31-ാം തീയതി വരെ കൊടുക്കുന്നു. അതുകൊണ്ട് ജീവനക്കാരുടെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക. കാരണം വേറെ ഒന്നുമല്ല, ഒരു 100 കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി 30 മുതൽ 40 ലക്ഷം രൂപ പലിശ കൊടുക്കും. ഈ പണം KSRTCയിൽ നിന്ന് ലാഭിച്ച് ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ്. അതൊന്നും താങ്ങാനുള്ളൊരു ശക്തി ഇപ്പോൾ KSRTCയിൽ ഇല്ല. അതുകൊണ്ട് പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം ഡ്യൂട്ടി പോവുകയാണ്. ഓഫീസിൽ ഇരുന്നുള്ള കളികൾ ഇനിയില്ല. അത് ഒരു എഫിഷ്യൻ്റായിട്ട് മാക്സിമം വണ്ടികൾ ഇപ്പോൾ KSRTC കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഒരു ദിവസം ഏതാണ്ട് 76 വണ്ടി 78 വണ്ടി ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഡ്രൈവറുള്ളടത്ത് കണ്ടക്ടറില്ല, കണ്ടക്ടർ ഡ്രൈവറില്ല. ഇപ്പോൾ എല്ലാം വിന്യസിച്ചു. ഞാൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് വിന്യസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാൻസലേഷൻ വളരെ കുറഞ്ഞിട്ടുണ്ട്.